വീക്കെൻഡ്സ് ആണെങ്കിൽ ഏടാ മോനെ എന്നാ തിരക്കാന്നറിയാമോ. അയ്യോ, ആ റെസ്റ്റോറൻറ്റിന് അടുത്ത് നിങ്ങൾ പാർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാലത്തിൽ കറക്റ്റ് ചെയ്യാം. എവരിവൺ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുവൈറ്റിലെ ഗൾഫ് സ്ട്രീറ്റ് റോഡിലെ ബീച്ചസൊക്കെ കുറച്ച് നാളായിട്ട് ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ ഓൾറെഡി ലാസ്റ്റ് ഫെബ്രുവരി അവരുടെ കുവൈറ്റ് നാഷണൽ ഡേയുടെ ടൈമിലാണ് അവർ ഓപ്പൺ ആക്കിയത് ആ ഒരു ഏരിയ. അപ്പോൾ അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ആ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോർഷനെല്ലാം ഇപ്പം അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ഇവിടെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ പോർഷനെല്ലാം ഇതുപോലെ ക്ലോസ് ആയിരുന്നു അവിടെയും കുറേ നാൾ. കണ്ടോ, ഇവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ എല്ലാം മൊത്തം അതിൻ്റെ ഡിസൈൻ മാറ്റുക, എല്ലാം മണ്ണൊക്കെ മാറ്റി നല്ല ഫ്ലോറൊക്കെ ചെയ്ത് സൈക്കിൾ പാത്തും പിന്നെ അതുപോലെ തന്നെ ഫുട് പാത്തും രണ്ടും ഡിസൈനൊക്കെ ചെയ്ത് അത് അടിപൊളിയാക്കി. ഇവിടെ എല്ലാം വർക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തീർന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രീൻ ഐലൻഡിന് തൊട്ട് ഗൾഫ് കുവൈറ്റ് ടവർ വരെയുള്ള ഏരിയ. അപ്പോൾ അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാം ബീച്ച് സൈഡെല്ലാം ക്ലോസ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ആ ഷോപ്പിലോട്ട് പോകാനുള്ള എൻട്രൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ എങ്ങോട്ടും പോകാനുള്ള എൻട്രൻസ് അവർ കൊടുക്കത്തില്ല. ആണ്ടോ, അറബിക് ഗൾഫ് സ്ട്രീറ്റ് റോഡ്. ഇതെല്ലാം ഒരു 6 മാസത്തിനുള്ളിൽ എല്ലാം അടിപൊളിയാവും. ഇതെല്ലാം ക്ലോസ് ആണ്. ഈ ഒരു റോഡിൻ്റെ ഫുള്ള് പണി കഴിയുമ്പോൾ ഈ റോഡിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ അങ്ങ് മാറും. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ മാറി നല്ല അടിപൊളിയാവും. അതുകൊണ്ട് അവിടെ ആ കാണുന്നതാണ് ഗ്രീൻ ഐലൻഡ്. ഇപ്പം ഇവിടം വരെ ഇവിടുന്ന് അങ്ങോട്ട് ക്ലോസ്, ഇവിടെ നിന്നാണ് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് ഫുള്ള് ആ സ്റ്റൈലേ അങ്ങ് മാറ്റി അടിപൊളിയാക്കി. അടിപൊളി റോഡും ഗ്രീൻ ഐലൻഡ് നേരെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പം ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ടെമ്പററി ആയിട്ട് അടിച്ചിരിക്കുന്ന ഒരു ക്യാമ്പാണ് ഈ കാണുന്നത്. നമുക്ക് ബാക്കി കാഴ്ച അങ്ങോട്ട് പോയി കാണാം. കണ്ടോ, അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടോ, സെപ്പറേറ്റ് സൈക്കിൾ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെ വാക്കിങ്ങിനായിട്ടാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ബ്ലാക്ക് കളറിലും ബ്ലൂ കളറിലും രണ്ടായിട്ട് എല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതേ പിന്നെ ബാക്കിയെല്ലാം അടിപൊളി നീറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒറ്റ കാര്യം എനിക്ക് പെട്ടെന്ന് തോന്നുള്ളൂ, ഇപ്പോഴത്തെ നല്ല മരങ്ങളായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വലുത്. ഇപ്പോൾ അതൊക്കെ മാറി ചെറിയ മരങ്ങളായിരുന്നു. ഇതൊക്കെ വളർന്നു വരണം. പക്ഷേ എന്തായാലും ടോട്ടൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ രാത്രിയിലാണെങ്കിലും ആ സ്ട്രീറ്റ് ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല വേറൊരു ഭംഗി തന്നെയായിരിക്കും കേട്ടോ. നമുക്ക് മുമ്പോട്ട് നടന്നു നോക്കാം. കണ്ടോ, ഇതാണ് ഗ്രീൻ ഐലൻഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തെളിച്ചക്കുറവാണ്. കറക്റ്റ് ക്യാമറയോട്ട് ഒട്ടടിക്കും. ഇത് മൊത്തം അവരുടെ കൺസ്ട്രക്ഷനുള്ള സാധനങ്ങളാണ്. ഇനി ഇവിടുന്ന് അങ്ങ് അറ്റത്താണ് കുവൈറ്റ് ടവർ വരുന്നത്. ഇവിടുന്ന് കാണാമെന്ന് അറിയത്തില്ല, അങ്ങുണ്ട്. അവിടം വരെ ഇതേപോലെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടം വരെ പോകണം. എന്തായാലും ഇവിടുത്തെ കണ്ട് തീർത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ബീച്ച് സൈഡൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ആക്സസബിളായി, അടുത്തായി, നല്ല നീറ്റായി. പണ്ടൊക്കെ ഇവിടെ ഇത്രയും നീറ്റ്നെസ് ഇല്ലായിരുന്നു സത്യം പറയാം. ഇതുണ്ട് ഒരു ടൈപ്പ് റബ്ബർ പോലത്തെ എന്തോ സാധനം. നമ്മുടെ എന്തോ റബ്ബർ ഇതില്ലേ
ഈ മാറ്റ്, ആ മാറ്റ് എന്തോ പെയിൻ്റ് അടിച്ച പോലെ ഒരു ടൈപ്പ് ഗ്രിപ്പുകളുണ്ട് കേട്ടോ, ഗ്രിപ്പുള്ള ടൈം. ഇത് കറക്റ്റ് സിമെൻറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് എന്ന് തോന്നുന്നു, എന്നാലും ഗ്രിപ്പുണ്ട്. ഈ എൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗ്രീൻ ഐലൻഡിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതിൽ നേരെ കയറി അവിടെ ടിക്കറ്റ് എടുത്താൽ നേരെ ഗ്രീൻ ഐലൻഡിലേക്ക് കയറാം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഈ രണ്ട് സൈഡിലും കാണുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഇവിടുത്തെ വർക്കിന് വേണ്ടിയുള്ള ആൾക്കാരുടെ ടെൻ്റാണ് ഈ കാണുന്നതല്ല. അപ്പോൾ ഇതെല്ലാം അടുത്ത പോർഷൻ കഴിയുമ്പോൾ തന്നെ അവർ അങ്ങോട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ അടിപൊളിയാവും. അപ്പോൾ ബീച്ച് സൈഡൊക്കെ ഒന്നുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഇറങ്ങാനും ഒക്കെ ഇതാവും. ഇപ്പോഴും ഇവിടെ ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അത് നല്ല വ്യൂ ആയി. നമുക്ക് ആ ഒരു ഫ്രെയിം നല്ല അടിപൊളിയായി, പഴയതിലൊക്കെ ഉള്ള അടിപൊളി ഫ്രെയിമായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഇല്ലായിരുന്നു, ഒരുപാട് മരങ്ങളും മാത്രം ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര ഒരു ഫ്രെയിം നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ നൈറ്റൊക്കെ ആണെങ്കിലും നല്ല ആ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന, ലാംപ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇടയ്ക്ക് ആ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ പണ്ട് ഭയങ്കര ചെറുതായിരുന്നു, ഇപ്പോൾ നല്ല വിശാലമായിട്ടൊക്കെ തോന്നുന്നു. ആൾക്കാരൊക്കെ ഇപ്പോഴും ക്യാമ്പർ വാനിലൊക്കെ ഒരു ക്യാമ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് നാളൂടെ കാണും. ആ വെയിൽ ഇപ്പോൾ ആയി വരുവാണ്, തണുപ്പ് മാറി, അപ്പോൾ ഓൾറെഡി ചൂടായി. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ജെസ്കിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് അവരുടെ. അതെല്ലാം ഇവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ബീച്ചിൽ റൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ എനിക്ക് ഈ ഒരു മാസം അവസാനം കൂടെ കാണുമായിരിക്കും. അത് കഴിയുമ്പോൾ ചൂട് നന്നായിട്ട് കൂടി. ഇപ്പോൾ ഓൾറെഡി ക്ലൈമറ്റൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഡേ ബൈ ഡേ ചൂട് കൂടി വരുവാണ്. എന്നാണ് സ്കൈ ആണെങ്കിലും കണ്ടു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഒരു ഡിസൈനും ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കും. ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം, നേരെ മുമ്പിലേക്ക് പോകാം. കറക്റ്റായിട്ട് ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ. രാവിലെ എക്സസൈസ് ചെയ്യാൻ വരുന്നവർക്കും പിള്ളേരുമായിട്ട് കളിക്കാൻ വരുന്നവർക്കും ഒക്കെ നല്ലൊരു സ്പേസായിട്ട് ഉപയോഗിക്കാം ഇത്. കണ്ടോ, ഈ ഗ്രീൻ ഐലൻഡിൻ്റെ ഈ സൈഡിൽ ഇതുപോലെ ജെസ്കിയൊക്കെ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തും പ്രൈവറ്റ് ജെസ്കീസും ഉണ്ട്. ഇവിടെ ഒരു റെൻറ്റ് സംവിധാനം ഉണ്ട്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് ഓപ്പൺ ആവുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് കയറിയോണ്ട് കണ്ടോ, ഈ കിടക്കുന്ന മൊത്തം ജെസ്കി റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഈവനിങ് ടൈമിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ചുകൂടെ ബീച്ചൊക്കെ ഒന്നുകൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷനൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെയൊക്കെ ഇറങ്ങാനൊക്കെ അത്ര നീറ്റ്നെസ് ഇല്ലായിരുന്നു. നമുക്ക് ഇറങ്ങാൻ തന്നെ ഒരു രസമില്ല. ഇപ്പോഴൊക്കെ നമുക്ക് കുറച്ച് ഇറങ്ങാനൊക്കെ തോന്നും. പിന്നെ ഇവിടെയും ഇതുപോലെ ഒരു ക്യാമ്പർ വാൻ കിടപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ അതിനപ്പുറത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. ഇതിനെ ഈ ഒരു മാസം കൂടെ കാണുമെന്ന് വിചാരിക്കണം. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട ആ ഒരു പെയിൻറ്റിങ് ഒക്കെ വന്നപ്പോൾ ബ്ലൂ, ബ്രൗൺ, ബ്ലാക്ക് പെയിൻറ്റിങ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അത് നമുക്കിവിടെ നേരെ ബീച്ചിലോട്ട് ഈ സൈഡിലോട്ട് പോകാം. നമ്മുടെ കുവൈറ്റ് ടവറിൻ്റെ സൈഡിലേക്ക് പോകാം. കുവൈറ്റ് ടവറിൻ്റെ അടുക്കലേക്ക് പോകാം. അതുകൊണ്ട് ആ കാർ പാർക്കിങ്ങിൻ്റെ ഒക്കെ സ്റ്റൈല് നന്നായി. പക്ഷേ ഒരു വിഷമം എനിക്കുണ്ട്. ആ മരങ്ങളൊക്കെ ഒരുപാട് നല്ല മരങ്ങളുണ്ടായി. നല്ല വെട്ടി നല്ല കുട പോലെ നല്ല ഭംഗിയിലിരിക്കുന്ന മരങ്ങൾ ഒരുപാട് ലൈനിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയിട്ട് ചെറിയ മരങ്ങൾ വെച്ചു. അപ്പോൾ ഇതെല്ലാം വളർന്നു വരുമല്ലോ. നമ്മൾ നേരത്തെ നടന്നു വന്ന വഴി തന്നെയാണ്. അതിൻ്റെ ഇതാണ് കാർ പാർക്കിംഗ് വരുന്ന ഏരിയ വരുന്ന ഇതാണ്. നല്ല രീതിയിൽ പാർക്കിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ലൈനും നല്ല രീതിയിൽ പാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഇവിടെ ഒരു ക്യാരവാൻ കിടപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റൈല് മാറ്റി നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നേരെ ഇനി കുവൈറ്റ് ടവറിൻ്റെ അങ്ങോട്ട് പോകാം.
ഈ സൈഡിലൊക്കെ കണ്ടോ കാരവാൻ കിടപ്പുണ്ട്. ഇത് നമുക്ക് ഈ അതിൻ്റെ എൻട്രൻസ് ഇതിലിറങ്ങിയാലേ അവിടെ കാണാൻ പറ്റത്തുള്ളൂ. ബീച്ചിലോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയാൽ മതി. അടിപൊളിയല്ലേ? കല്ല് ഒന്നും വീഴാതെ പതുക്കെ ഇറങ്ങിയാലെല്ലാം ബീച്ചിലോട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങാം. ഹലോ ഗൈസ്, ഇത് സൈക്കിൾ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. ഇവിടുന്ന് അവിടം വരെ സൈക്കിൾ ചവിട്ടി പോകാമായിരുന്നു. സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ ഇവിടെ നടന്നിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് വണ്ടി എടുക്കാൻ വരുന്നത് നടപ്പുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അങ്ങോട്ട് ബൈക്കിന് പോകാം. ബാക്കിയും കൂടെ പോകണ്ടേ? ഇനിയും പോയാലേ പോയി ടവർ വരെ ചെല്ലണ്ടേ? ഓക്കെ. രാവിലത്തെ തണുപ്പൊക്കെ പോയി ചൂടായി തുടങ്ങി. ചൂണ്ടയിടലുകാരൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതിലേയും കൂടെ റൗണ്ട് അടിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകും. വീൽ ചെയർ ഉള്ളവർക്ക് കയറാൻ എക്സ്ട്രാ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണ്ട, വീൽ ചെയർ ഉള്ളവർക്ക് കയറി വരാൻ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ താഴെ കൂടെ ഇങ്ങനെ വന്ന് നേരെ അവിടെ സൈക്കിൾ പാത്ത് ഇങ്ങനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ കുവൈറ്റ് ടവറിലോട്ട് പോകാനുള്ളൊരു ഇങ്ങനെ നല്ലൊരു ഏരിയ ആണ്. ഇപ്പോൾ വളരെ സൈലൻ്റ് ആണ് മോർണിംഗ് ഈ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ. ആൾക്കാർക്ക് തുറന്നു കൊടുത്തെങ്കിലും പണികളൊക്കെ ഇനിയും തീരാനുണ്ട് കേട്ടോ. ഒരു 85-90% ഒക്കെ തീർന്നിരിക്കും. ഇവിടെ എല്ലാം അടിപൊളിയാക്കി. പണ്ടൊക്കെ ഇത്രയും നീറ്റേ അല്ലായിരുന്നു, ഇത്രയും സ്പേസേ ഇല്ലായിരുന്നു. ഒരുപാട് ഇപ്പോൾ കാർ പാർക്കിംഗ് സ്പേസൊക്കെ കൊടുത്ത് ബീച്ചൊക്കെ ആ പോർഷനൊക്കെ നന്നായിട്ട് എടുത്ത്. റെസ്റ്റോറൻറ്റുകൾക്കൊന്നും ക്ഷാമമൊന്നുമില്ല കേട്ടോ, ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെയും ഇതുപോലെ ജെസ്കിയുടെ ഇത് റെൻറ്റിനുള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ കുറച്ചും കൂടെ ഓൾറെഡി ഓപ്പണാണ്, ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഓൾറെഡി 2 പേര് പോകുന്നതേ കണ്ടു. മറ്റേ 2 സ്ഥലങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും അവർ ഓപ്പൺ ആക്കുന്നത്. ഇവിടെ നിന്നാൽ കുറച്ചുകൂടെ കുവൈറ്റ് ടവർ ലോങ് ആയിട്ടും നന്നായിട്ടും കാണാം. ചെറിയൊരു കടൽപ്പാലമുണ്ട് ഇവിടെ നടന്ന് അങ്ങോട്ട് പോകുന്നത് കണ്ട.
നമുക്ക് അങ്ങോട്ടൂടെ പോയി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ റബ്ബർ ചെറുതായിട്ട് പൊടിയുന്നുണ്ടെന്ന്, ഈ വോക്ക് വേയുടെ കൊടുത്തിരിക്കുന്നത്. അത് വോക്യൂം ചെയ്തെടുക്കും ആൾക്കാർ, അത് വോക്യൂം ചെയ്തെടുക്കും. ചെറുതായിട്ട് ആ റബ്ബർ ഇങ്ങനെ പൊടിയുന്നുണ്ട്, അത് വോക്യൂം ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ മുകളിലത്തെ ലെയർ ചിലപ്പോൾ നൈസായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഗ്രിപ്പുണ്ട് കേട്ടോ. കേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞ ചെറിയ റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ചെറിയൊരു കടൽപ്പാലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നടന്നു പോകാൻ. ഒരു എന്താ പറയുക, ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായി നമുക്ക് ഇങ്ങനെ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാൻ. പിന്നെ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, വീക്കെൻഡ്സ് ആണെങ്കിൽ ഏടാ മോനെ എന്നെ തിരക്കാണെന്നറിയാമോ. അയ്യോ, പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ഈ ബീച്ച് സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ്. അപ്പോഴായിരിക്കും നമ്മൾ വരണ്ടായിരുന്നെന്ന് തോന്നി. ഭയങ്കര തിരക്കായി. കാരണം ഫ്രൈഡേസിലൊക്കെ എല്ലാവർക്കും അവധി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പോരും. എന്ത് ചെയ്യാനാ, റൂമിൽ തന്നെ ഇരിക്കുമല്ലോ. ഇവിടെ എല്ലാവർക്കും ആ പായോടെയുള്ള ഒരു ബീച്ച് വന്നിങ്ങനെ കറങ്ങാമെന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് സൈഡ് ഇങ്ങനെ നമ്മൾ നേരെ അവിടെ പോയി ടവറിൻ്റെ അടുത്ത് എത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയി അവിടെ നിന്ന് കാണാം. നമുക്ക് എന്നാലും ഈ പാലത്തിൻ്റെ ഇങ്ങോട്ടൂടെ നടന്നിട്ട് പോരാം. ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ചൂണ്ടയിടാനുള്ള ആൾക്കാർ കുറച്ച് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്താ പറയുക, ചീസ് കേക്ക് ഫാക്ടറിയുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ പാർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാലത്തിൽ കറക്റ്റ് കയറാം. ചീസ് കേക്ക് ഫാക്ടറിയുടെ കാർ പാർക്കിംഗ് വന്ന് കയറി കഴിഞ്ഞാൽ ഈ പാലത്തിൽ കയറാം. പിന്നെ അവിടെ നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുവൈ ടവർ. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് നടന്നു വളർത്തിട്ട് ഈ സൈഡിൽ നല്ല ബീച്ച് ഏരിയയാണ്, നല്ല നീറ്റുമാണ്. അധികം ആൾക്കാർ ഇങ്ങോട്ട് വരത്തില്ല എന്ന് തോന്നുന്നു. അത് നമുക്ക് കുവൈ ടവറിൻ്റെ അടുക്കലേക്ക് പോവാം. ഓക്കെ, കുറേ നാളായി ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റാണ്, വെള്ളത്തിൽ ചാടാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ല, അതുകൊണ്ട് ഇറങ്ങുന്നില്ല. അടുത്ത പ്രാവശ്യം വന്ന് ഞാൻ ബീച്ചിൽ ചാടും. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇവിടെ പുതിയതായിട്ടൊരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്, മെൻസിന് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് സംതിങ് 250 ഫിൽസ് പേ ആൻഡ് യൂസ് ആണ്. 250 ഫിൽസ് ഇട്ടിട്ട് കാർഡ് അല്ലെങ്കിൽ കീനറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. 8 AM to 12 PM, 6 AM to 10 PM അങ്ങനെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ അല്ല. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി കുവൈ ടവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. അവിടെ അങ്ങോട്ട് പോയാൽ മതി, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കുവൈ ടവറിൻ്റെ ബാക്ക് സൈഡിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. ധൈര്യമായിട്ട് ഫാമിലിക്ക് പിള്ളേരുമായിട്ട് പോരാം. നിങ്ങൾക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ എടുക്കാൻ മറക്കണ്ട. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പിള്ളേർ ക്ഷീണിക്കുന്ന അത്രോളം നേരം നിങ്ങൾക്ക് കളിക്കാനുള്ള സ്പേസ്. ഇത് കണ്ടോ, അതിൻ്റെ ഒരു ചെറിയ റൗണ്ടിൽ ചെറിയൊരു കുവൈറ്റിലെ നോട്ടില്ലേ, ദിനാറിൻ്റെ കളറിൽ ഡിസൈനിൽ ചെറിയ ബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് 5 KD കേട്ടോ. ഇത് 5 KDയുടെ ഡിസൈനിലാണ് ഈ ബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 20 KD ആണ്. അതെ, ആ ഡിസൈനിലെ ബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
പുള്ളിക്കാരൻ 2 തത്തമ്മയുണ്ട്, അതിനെ ഇങ്ങനെ പുറത്ത് വിട്ടിട്ടുണ്ട്. കാരണം തിരിച്ചു വരിക. ഇവരങ്ങ് കുറച്ച് ദൂരം അങ്ങ് പറന്നു പോയി കേട്ടോ. കുറച്ച് ഞാൻ തിരിച്ചു വരുമായിരിക്കും. ആ ഒരു ടൈം ഇങ്ങനെ കുറച്ച് നേരം അവർ ക്ഷീണിക്കാൻ പറ്റും പറക്കുമായിരിക്കും. ട്രെയിൻഡ് ആണ് ഓൾറെഡി. പക്ഷെ ചിലർക്ക് ഇഷ്ടമല്ല ഫോട്ടോ എടുക്കാൻ. ചിലർ ഇത് വളർത്തുന്നവരുണ്ട്, ചിലർ ഇത് വെച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് ശരിക്കും കാണാൻ പറ്റിയില്ല അതിന് മുമ്പ്, അത് പോയി. ഇത് കുവൈറ്റ് അവരുടെ ബാക്ക് സൈഡാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ആ തത്തമ്മ തിരിച്ച് വന്നു കേട്ടോ. ഇത്ര നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനും അതിങ്ങനെ പറന്ന് വരുന്ന പുള്ളി എടുക്കാവട്ടെ. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ കുവൈറ്റ് ടവർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല ചൂടായി തുടങ്ങുന്നുണ്ട്, നല്ല വെയിലൊക്കെ നന്നായിട്ട് കൂടി. അപ്പോൾ ഇവിടെ നേരെ ഇനി പോകുമ്പോൾ ആ കുവൈറ്റ് ടവർ കഴിഞ്ഞുള്ള ചെറിയൊരു പോർഷൻ അതുകൂടെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചു പോവാണ്. അവിടെ കാണുന്നതാണ് കുവൈറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ചെറിയൊരു ലോഗോ ആണ് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ നിന്ന് നോക്കി നമുക്ക് കാണത്തില്ല. നമ്മൾ ആ ഓൺ ദ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാം. ഞാൻ തിരിച്ച് പോകുമ്പോൾ ആ വഴിക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അതിൻ്റെ ആ ഒരു രാത്രി ലൈറ്റൊക്കെ കത്തുന്നത് നല്ലൊരു ഇതാണ്. കുവൈറ്റ് എന്ന് എഴുതിയിട്ടുള്ളൊരു നല്ലൊരു രസമുണ്ട് കാണാം. പിന്നെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. എടുത്ത് ജസ്റ്റ് അതിൻ്റെ പാർക്കിങ്ങിലൂടെ കയറി ഇറങ്ങി തിരിച്ചു പോകണം. ഓക്കെ. അപ്പോൾ കുവൈറ്റ് ടവറിൻ്റെ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി. കുവൈറ്റ് ടവറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ചൂടായി. ഇപ്പോൾ ആ തണുപ്പൊക്കെ അങ്ങ് മാറി ചൂടായി തുടങ്ങി, വേർത്ത് തുടങ്ങിയിട്ടുണ്ട്. വണ്ടിയെ ഓടിക്കുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ടെന്നേ.